എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള വന്ദനം. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന നിങ്ങൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരുമെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ദൈവ വേലയോടുള്ള ബന്ധത്തിൽ വളരെ ദാഹത്തോടെ നിൽക്കുന്ന അനേകർ ഈ തിരുവെഴുത്തുകൾ മുടങ്ങാതെ ശ്രദ്ധിക്കുന്നു. അങ്ങനെയുള്ള പലരെയും പല നാടുകളിൽ നിന്ന് വന്നപ്പോൾ അവരെ പരിചയപ്പെടാനും പല നാടുകളിൽ വെച്ച് അവരെ ചെന്ന് കണ്ട് അവരോട് കൂട്ടായ്മ പുലർത്താൻ എല്ലാം കർത്താവ് കൃപ തന്നു. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാൻ യേശുവിൻ്റെ ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് അവസരങ്ങൾ തരുന്നതോർത്ത് സ്തോത്രം. പല നാടുകളിലുള്ള നിങ്ങളെ നേരിട്ട് കാണാനും ഫോണിലൂടെ ബന്ധപ്പെടാനും എല്ലാം ഞങ്ങൾ കാത്തിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ 1 മിനിറ്റിൽ താഴെ ഒരു ഓഡിയോ മെസ്സേജായിട്ട് ഇട്ട് തന്നാൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇട്ട് തന്നാൽ ഓഫീസിൽ നിന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അതിൻ്റെ ഓഡിയോ ലഭിക്കുന്നതാണ്. മാത്രമല്ല അതിനുള്ള മറുപടി ഒരു ഓഡിയോ ആയിട്ട് തന്നെ പ്രാർത്ഥിച്ചോ മറുപടിയായിട്ടോ അയക്കുവാൻ വ്യക്തിപരമായിട്ട് ഞാനും ഉത്സാഹം കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ ഇനിയും ലഭ്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ദിവസങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു വിഷമകരമായ കാര്യമാണ് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അപവാദി എന്നാണ് പിശാചിന് മറ്റൊരു പേര്. ഒരു വ്യക്തിയുടെ പ്രശംസയെ, ഒരു വ്യക്തിയുടെ മാന്യതയെ ഇടിച്ചു താഴ്ത്തുന്ന എല്ലാ വീഡിയോകളും എല്ലാ ബന്ധങ്ങളും കഴിയുന്നത്രയും നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരെയും ഇൻസൾട്ട് ചെയ്യാത്ത, മറ്റുള്ളവർക്ക് പ്രബോധനപരമായി തീരുന്ന ബർന്നബാസുമാർ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരണം. ഒരു 2-3 അധ്യായം കൂടി കഴിയുമ്പോൾ ബർന്നബാസൊക്കെ എഴുന്നേക്കുന്നത് നമുക്ക് കാണാം. അവരെല്ലാം ദൈവരാജ്യത്തിൽ വളരെയധികം ഫലമുള്ളവരായി ശോഭിച്ചത് നമുക്ക് കാണാം. ദൈവം നമ്മെ വിളിച്ചത് മറ്റുള്ളവർക്കെതിരെ അപവാദം പറഞ്ഞ് അവരെ തകർച്ചയിലേക്ക് വിടുന്ന ഒരു ശുശ്രൂഷയ്ക്കല്ല, മറ്റുള്ളവരെ ഉദ്ധരിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, നിരുത്സാഹപ്പെടുത്താതെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ഒരു ശുശ്രൂഷ തന്നെ സത്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെയാണ്: ഒറ്റയ്ക്ക് നിൽക്കുക. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെല്ലാം ഒറ്റപ്പെട്ടു പോകും. എന്നാൽ ചിലർ പറയുന്നത് ഞങ്ങൾ പറയുന്ന എല്ലാം സത്യമാണ് എന്നുള്ള ഒരു തെറ്റായ തോന്നലും ഇടയ്ക്ക് നമുക്ക് വന്നു കയറാം. ഞങ്ങൾ പറയുന്നത് സത്യമാണ് എങ്കിലും ആരെല്ലാം എതിർത്താലും ഞങ്ങളിത് പറയും എന്ന് പറയുന്നത് അത് സത്യമായിരിക്കണമെന്നില്ല. അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന മാരക വിഷമുള്ള വാക്കുകളായിരിക്കും. അത് പലപ്പോഴും വിമർശിക്കുന്നവർ പോലും അറിയാതെ അവർ അതിനെ ദൈവത്തിൻ്റെ ആലോചന പോലെ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കുന്ന, മറ്റുള്ളവരുടെ പേരിന് ആക്ഷേപം വരുന്ന, മറ്റുള്ളവരെ പരസ്യമായി നിന്ദിക്കുന്ന ഏത് സത്യം പറച്ചിലും ദൈവത്തിൻ്റെ മുൻപിൽ അത് പാപകരമാണ്. അങ്ങനെ ആരും അങ്ങനെയുള്ള ചതിക്കുഴിയിൽ പോയി വീഴരുത്. ആരെക്കുറിച്ചും ഒരു ദോഷവാക്ക് പറയാത്ത നല്ല വാക്കുകളുടെ ഉടമസ്ഥരായി മാറാൻ യേശു കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കർത്താവിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാം. ചേർന്ന് പാടി യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാമല്ലോ. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ച ആനന്ദം നിത്യമാകും. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു
വെണ്മവസ്ത്രധാരിയായ യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേക്കിടുന്നു. വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ല. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേക്കിടുന്നു. വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ല. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ
എന്നെയും തേടി വന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം ഏകദേശം 9 വരെ നമ്മൾ വായിച്ചു. അതായത് പത്രോസിൻ്റെ പ്രസംഗം തുടരുകയാണ്. നിങ്ങൾ ഏത് ശക്തി കൊണ്ട്, ഏത് നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്നാണ് മഹാപുരോഹിതന്മാർക്ക്, ശാസ്ത്രിമാർക്കും ചോദിക്കാനുള്ളത്. പത്രോസ് അതിന് മറുപടി പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തി. അതാണ് പറയുന്നത് 9-ാം വാക്യത്തിൽ. ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം നിങ്ങൾ ഇവൻ ഏതൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. എല്ലാവരും അറിയണം, നിങ്ങൾ ക്രൂശിച്ചു, എന്നാൽ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം, ക്രൂശിച്ചപ്പോൾ കൂടുതൽ ശക്തിയോടെ യേശു എഴുന്നേറ്റ് വന്നു. ക്രൂശിക്കപ്പെട്ടത് യേശുവാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റത് മശികയാണ്, ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നുള്ള വാക്കുകൾ അവിടെ എല്ലാം ഉപയോഗിക്കപ്പെടുന്നു. അടുത്ത വാക്യം, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. യേശു കർത്താവും ആ വാക്യം എടുത്തു പറഞ്ഞു. പ്രവചന പുസ്തകത്തിലും ആ വാക്യം പറയുന്നുണ്ട്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് വീണ്ടും ആ കല്ല് തന്നെ പ്രധാന കല്ലായി മാറി. ഒരിക്കൽ യഹൂദ സംസ്കാരം വെച്ച് വീട് പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു ഈ യഹൂദ സംസ്കാരവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു മലയാളി ആയിട്ടുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞത്, നമ്മുടെയൊക്കെ നാട്ടിൽ വീട് പണിയുമ്പോൾ വീടിനെ ഇടുന്ന ഒരു കല്ലുണ്ട്, മൂലക്കല്ല്. അത് മണ്ണിനടിയിലാണ് പോകുന്നത്. എന്നാൽ യഹൂദന്മാരുടെ വീട് പണിയുള്ള ബന്ധത്തിൽ ആ കാലത്ത് വീട് പണിത് വരുമ്പോൾ വീടിൻ്റെ ഏറ്റവും മുകളിൽ 4 വശത്തൊന്നും കൂടുന്ന ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഏറ്റവും മുകളിൽ, ആ ഏറ്റവും മുകളിൽ വെക്കുന്ന ഷാർപ്പായിട്ടുള്ള കല്ലിനെയാണ് മൂലക്കല്ലെന്ന് വിളിക്കുന്നത്. 4 ഭാഗത്തുനിന്നും ഒരുമിച്ച് പണിത് വന്ന് ആ എൻഡിൽ കറക്റ്റായിട്ട് വരുന്ന കല്ല്. ഈ കല്ലെങ്ങനെ ഉണ്ടായത്? അതായത് ഓരോ പണിക്കാരും ഈ പണിക്ക് വേണ്ടി കല്ലുകൾ എടുക്കുന്ന കൂട്ടത്തിൽ ഈ കല്ല് അവിടെ കിടപ്പുണ്ട്. ആ കല്ല് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ അതിനെടുത്ത് മാറ്റും. എന്നിട്ട് വേറെ കല്ലെടുക്കും. വീണ്ടും അടുത്ത ആൾ ആ കല്ലെടുത്തിട്ട് വീണ്ടും അതിനെ തള്ളിക്കളഞ്ഞിട്ട് വേറൊരു കല്ലെടുക്കും. അങ്ങനെ അനേക പ്രാവശ്യം ഈ കല്ല് തള്ളപ്പെട്ടതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഒരു പ്രധാന കല്ലിൻ്റെ ആവശ്യം വന്നപ്പോൾ അവർ തിരഞ്ഞ് ഒരു കല്ലെടുത്തു. ആ കല്ല് ആ മുകളിലെ ആ മൂലയിൽ ഏറ്റവും കറക്റ്റായിട്ട് കൃത്യമായിട്ട് അതവിടെ എത്തി. ഇതുപോലെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഒടുവിൽ അത് പ്രധാന കല്ലായി മാറുന്നൊരവസ്ഥ വരും. വീട് പണിയുന്നവർ, ഓരോ വീടുകളും കർത്താവ് സ്ഥാപിച്ചതാണ്. കുടുംബം പണിതതേ യേശുവാണ്. ഭാര്യ, ഭർത്താവ്, തലമുറകൾ എന്ന വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിനെ മാറ്റി നിർത്തി പണിത എല്ലാ പണികളും പൊളിഞ്ഞു. യേശുവില്ലാത്ത വീട് പണികൾ പണം കൊണ്ടും നല്ല വീട് കൊണ്ടും ജീവിത സൗകര്യങ്ങൾ കൊണ്ടും ഉയർന്ന ജോലികൾ കൊണ്ടും വലിയ 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 ബന്ധങ്ങൾ കൊണ്ടും ഒക്കെയും കെട്ടിപ്പൊക്കിയ ബന്ധങ്ങളൊന്നും നിലനിന്നില്ല. ഏറ്റവും ഒടുവിൽ കർത്താവിനെ പ്രധാന കല്ലാക്കിയപ്പോഴാണ് പല വീടുകളും ഇന്ന് നിലനിൽക്കുന്നത്.
പണ്ടേ ചിതറിപ്പോകേണ്ടിയിരുന്ന ശിഥിലമാകേണ്ട കല്ലുകൾ അല്ലെങ്കിൽ ഭവനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് യേശുവിനെ സ്വീകരിച്ചു. വീട് പണിത നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്. ആരംഭകാലത്ത് ഈ കല്ലിന് ഒരു മൂല്യം കൊടുക്കാതെ സ്വന്തം പണത്തിലും കഴിവിലും മിടുക്കിലും പണിയാൻ നോക്കിയ പലർക്കും ഏറ്റവും ഒടുവിൽ ഈ കല്ലിനെ എടുക്കേണ്ടി വന്നു, സ്വീകരിക്കേണ്ടി വന്നു, യേശുവിലേക്ക് തിരിയേണ്ടി വന്നു. ഈ ദൈവവചനം പോലെ തന്നെ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ എത്ര വലിയ ജീവിതം കെട്ടിപ്പണിയാൻ നോക്കിയാലും ആ പണിയൊന്നും നിലനിൽക്കില്ല. യേശുവിനെ കൂടാത്ത ഒരൊറ്റ പണിയും നിലനിൽക്കില്ല. ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉള്ളവരായിരിക്കും. എന്നാൽ യേശുവിനെ മാറ്റി നിർത്തി നിങ്ങൾ എത്ര പണിക്ക് വേണ്ടി നിന്നാലും നിങ്ങളുടെ കുറവുകൾ നോക്കാതെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഓടി വരുന്ന യേശുവിനെ ചേർത്താൽ നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ അംഗീകരിച്ച് ഒരു മൂലക്കല്ലായി തീർന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അഭിമാനമായി തീർന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി സൗഖ്യമായി സമാധാനമായി ഈ യേശു കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ വീട് പണിയുന്ന നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. അടുത്ത വാക്യം പ്രസിദ്ധമായ വാക്കാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നിങ്ങൾ ചോദിച്ചു ഏത് നാമത്തിൽ, ഏത് ശക്തിയിൽ? ഒരേ ഒരു നാമത്തിലാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സകല രക്ഷയുമുള്ളത്. ആകാശത്തിൻ്റെ കീഴെ രക്ഷിക്കാൻ കഴിയുന്ന ആരുമില്ല എന്ന് തന്നെയാണ് പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. ആ വാക്കുകളെല്ലാം ധീരതയോടെയാണ് പറഞ്ഞത്. അവിടെ പത്രോസിൻ്റെ മുൻപിൽ ഇത് കേൾക്കുന്നവർ സാധാരണക്കാരല്ല, യേശുവിനെ ക്രൂശിക്കാൻ മുൻനിരയിൽ നിന്നവരാണ്, ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. പത്രോസിന് യോഹന്നാനും കൊല്ലാനുള്ള പഴുത് തപ്പി നടക്കുന്നവരാണിവർ. അവരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കും, ചത്താലോ വലിയ വിളവ് ഉണ്ടാകും. ഇതാ യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതോടുകൂടി ആയിരക്കണക്കിന് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ എഴുന്നേറ്റ് വന്നു. അവരുടെ ധൈര്യത്തിന് ഭയങ്കര തിളക്കമായിരുന്നു. അടുത്ത വാക്യം 13-ാം വാക്യം, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. പഠിപ്പില്ലാത്തവരും സാമാന്യരും, ഇവരുടെ അസാധാരണമായ ധൈര്യം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധൈര്യമുണ്ടാകുന്ന എപ്പോഴാ? അവരുടെ കയ്യിൽ സമ്പത്തുള്ളപ്പോൾ, അവരുടെ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആയിരിക്കുമ്പോൾ, സമൂഹത്തിൽ ഏറ്റവും വലിയ വിലയും നിലയുമൊക്കെ കടന്നു വരുമ്പോൾ, എല്ലാം അനുകൂലമാകുമ്പോൾ. എന്നാൽ ഇവിടെ എല്ലാം എതിരായപ്പോഴാണ് ഇവരുടെ ധൈര്യം പുറത്തു വന്നത്. യേശുവിനെ ക്രൂശിച്ച അതേ ടീം അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇതാ പത്രോസ് യോഹന്നാൻ നിൽക്കുന്നു. രണ്ടുപേരുടെ ധൈര്യം. പത്രോസിൻ്റെ ധൈര്യം എന്നല്ല എഴുതിയേക്കണം, യോഹന്നാൻ ഇവിടെ ഒരു ഒറ്റ വാക്ക് പറഞ്ഞതായിട്ട് കാണുന്നില്ല. പെന്തക്കോസ്ത് നാൾ മുതൽ ഇവിടം വരെ നോക്കി യോഹന്നാൻ അധികം സംസാരിക്കുന്നില്ല, എന്നാൽ അവൻ്റെ ധൈര്യം കാണാനുണ്ടെന്ന്. പത്രോസിൻ്റെ ധൈര്യം വാക്കുകളിലൂടെ വരുന്നു, യോഹന്നാൻ്റെയും ആ നിൽപ്പും ഭാവവും കണ്ടാൽ അറിയാം. ഇവർക്ക് അസാധാരണമായ ധൈര്യം. അവിടെ എഴുതിയിരിക്കുന്നു, അവർ പത്രോസിന് യോഹന്നാന്റെ ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു.
സാധാരണ മനുഷ്യർക്ക് ഇത്രയും വലിയ ധൈര്യം എങ്ങനെയാണ്? അതെ, വെറും സാധാരണക്കാരെ ധൈര്യപ്പെടുത്തുന്ന ദൈവശക്തി, ദൈവകൃപ, വചനം ഇവരുടെ അകത്ത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാലല്ലോ വായ് സംസാരിക്കുന്നത്. അവരുടെ ഹൃദയം ധൈര്യം കൊണ്ട് നിറഞ്ഞു, അവരുടെ ഹൃദയം ആത്മാവ് കൊണ്ട് നിറഞ്ഞു, അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറഞ്ഞു, അവരുടെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അവർ യേശുവിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ടാണ്. എവിടെ നിന്നാണ് ഈ ജ്ഞാനം? എവിടെ നിന്നാണ് ഈ ധൈര്യം? എവിടെ നിന്നാണ് ഇവർക്ക് ഈ വാക്കുകൾ? ഏറ്റവും ഒടുവിൽ മനസ്സിലായി, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. 3.5 വർഷം യേശുവിൻ്റെ കൂടെ ആയിരുന്നതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്. നിർഭാഗ്യവശാൽ എന്ന് പോലും പറയാൻ പറ്റില്ല, 20 കൊല്ലമായി, 30 കൊല്ലമായി ഞാൻ പെന്തിക്കോസിലാണ് എന്ന് പറയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. 40 കൊല്ലമായിട്ട് ഞാൻ പെന്തിക്കോസാണ്. എന്നാൽ നല്ല പരിജ്ഞാനത്തിൻ്റെ വാക്കുമില്ല, ധൈര്യവുമില്ല. ഇന്നും ജീവിതത്തെ നേരിടാൻ കഴിയാത്ത അനവധി പേർ ആത്മീക മണ്ഡലത്തിലുണ്ട്. എന്നാൽ ഞങ്ങൾ ഒരു പെന്തക്കോസ് ചർച്ചിലാണെന്ന് പറയുന്നതിനേക്കാൾ തിരുത്തി ഇങ്ങനെ ഒന്ന് പറയാമോ, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ ഉള്ളവരാണ്. അവിടെയാണ് ധൈര്യം ആരംഭിക്കുന്നത്. ഞങ്ങളൊരു പെന്തിക്കോസ് ചർച്ചിൽ പോകുന്നു, ഞങ്ങളൊരു ഇന്ന ചർച്ചിലാണ് പോകുന്നത്, ഞങ്ങളൊരു ന്യൂ ജനറേഷൻ ചർച്ചിലാണ് പോകുന്നത്, കുറച്ച് മോഡേൺ ചർച്ചാണ് എന്നൊക്കെ പറഞ്ഞ് സമയം കളയാതെ ധൈര്യമായി പറഞ്ഞ് ഞങ്ങൾ യേശുവിൻ്റെ കൂടെയാണ്. സ്നാനപ്പെടുമ്പോൾ നമ്മൾ യേശുവിനോട് ചേരാനാണ് സ്നാനപ്പെടുന്നത്. എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്? യേശുവിനെ സ്വീകരിച്ചപ്പോൾ. അങ്ങനെയുള്ളവർ അവരെ പറയേണ്ട പേരാണ് ഞങ്ങൾ യേശുവിൻ്റെ കൂടെയാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്കൊന്ന് തിരിച്ചു പറഞ്ഞാലോ, ഞങ്ങൾ പെന്തിക്കോസിലല്ല പോകുന്നത്, ഞങ്ങളൊരു ക്രിസ്തീയ ഗ്രൂപ്പിലല്ല പോകുന്നത്, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടക്കുന്നവരാണ്. മറ്റുള്ളവരറിയണം, മറ്റുള്ളവർ പറയണം ഇവർ യേശുവിൻ്റെ കൂടെയാണ്. കാരണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ യേശുവിനെ കുറിച്ച് പറയുന്നതെല്ലാം ഇവരിലും കാണാം. ഇവരുടെ ധൈര്യം, ഇവരുടെ വാക്കുകൾ, ഇവരുടെ നോട്ടം, ഇവരുടെ ആ മുഖഭാവം എല്ലാം കാണുമ്പോഴറിയാം ഇവർ അസാധാരണ വ്യക്തികളാണ്. സ്തെഫാനോസിനെ കാണുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ദൈവദൂതന്റെ മുഖം പോലെ അവൻ്റെ മുഖം ആയിരുന്നു. ഇതുപോലെ നമ്മിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ധൈര്യത്തിലും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നാം യേശുവിനോടുകൂടെ സമയം ചെലവഴിക്കുമ്പോഴാണ്. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. വചനത്തിൽ നമുക്ക് മുങ്ങാം, ദൈവകൃപയിൽ നമുക്ക് വളരാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അസാധാരണമായ ധൈര്യം, വളരെ മികച്ച ജ്ഞാനം കർത്താവിൽ നിന്ന് അവർക്കുണ്ടാകട്ടെ. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ വേറൊരു പേര് പിതാവെ അങ്ങ് വെച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ യേശുവിൽ ആശ്രയിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് യേശുവിനോടുകൂടെ സമയം ചെലവഴിച്ച് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന് 300 വർഷം നടന്നെന്ന് വചനം പറയുന്ന പോലെ ശേഷിക്കുന്ന കാലം മുഴുവനും ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ഒരു ഭാഗമായി മാത്രം ഒതുങ്ങാതെ യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ എന്ന ഒരു പേരിൽ അറിയപ്പെടുവാൻ, യേശുവിൽ കാണുന്നതെല്ലാം കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ഈ ദൈവകൃപ ഉണ്ടാകട്ടെ, ദൈവശക്തി ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ വീടുകളിൽ സ്വസ്ഥതയും സമാധാനവും
സമൃദ്ധിയുടെ വാതിലുകളും തുറന്നു വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടുകൂടെ സഹകരിക്കുന്നല്ലോ. ഇന്നും ഒരു പ്രത്യേക ഒരു അറിയിപ്പും കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ 12, 13, 14 3 ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ഇന്ന് ആരംഭിക്കുകയാണ്. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ആരംഭിക്കും. പകൽ മാത്രമേ ഉള്ളൂ. വൈകിട്ട് നമ്മൾ ഒരു സൂം മീറ്റിംഗ് ആയിട്ട് കൂടാൻ ഇതുവരെയും അതിനുള്ള സാവകാശമായിട്ടില്ല. എങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പല നാടുകളിലിരുന്ന് ഞങ്ങളുടെ ഉപവാസത്തോട് ചേർന്ന് നിങ്ങൾക്കും പങ്കെടുക്കാം. അതിൻ്റെ അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ട് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ജീസസ് എവരിഡേ വീണ്ടും ശ്രദ്ധിക്കാം. ഗോഡ് ബ്ലസ് യു.